മെന്റലിസം മാജിക്ക ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ 3 പേരുണ്ട്. എൻ്റെ കൂടെ ഗോപികൃഷ്ണനുണ്ട്, ഗിരീഷുണ്ട്, വിൻസിയുണ്ട്. 3 പേരാണ്. ഈ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഇന്ന് നമ്മൾ മാജിക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഗോപി ഒരു ഏതെങ്കിലും ഒരു കളറ് മനസ്സിൽ വിചാരിക്കും. ഏതെങ്കിലും ഒരു കളർ, ആ കളർ മനസ്സിൽ വിചാരിച്ചിട്ട് എൻ്റെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ കളറ് ഞാൻ പറയും. അതാണ് ഇതിൻ്റെ മാജിക് എന്ന് പറയുന്നത്. ആ കളർ മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുക, മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അതെനിക്ക് കിട്ടി. ഇപ്പം ഞാനിവിടെ എഴുതാൻ പോണ ആ കളർ. ഓക്കെ, ഞാൻ ആ കളർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നീ വിചാരിച്ച കളർ ഏതാ? നീ വിചാരിച്ചത് റെഡ് അല്ലേ? അല്ല, തെറ്റിപ്പോയില്ല. സാരമില്ല, നിങ്ങൾ ഒരെണ്ണൊക്കെ തെറ്റാണ്. സാധാരണ തെറ്റാറില്ല. ശരിക്കും നീ റെഡ് അല്ല? അല്ല, റെഡ് അല്ലേ വിചാരിച്ചത്? ഓക്കെ, നോ പ്രോബ്ലം. ഇനി നോക്കി 2 പേരുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു ഏതെങ്കിലും ഒരു നീ ഏതാണ് വിചാരിച്ചത്? ഓറഞ്ച് അല്ല, ഓറഞ്ച് റെഡായിട്ട് വലിയ എന്നാലും തെറ്റിപ്പോയി. ഓറഞ്ചിന് എഴുതണ്ട. അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ കളർ വിചാരിക്കണ്ട. നീ ഒരു സിനിമ നടൻ്റെ പേര് വിചാരിച്ചല്ലോ. ഇനി വേറെ ആരെയും പറ്റി വിചാരിക്കാതെ ആ സിനിമ നടൻ്റെ പേര് മാത്രം എൻ്റെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്കത് വിളിച്ചിട്ടുണ്ടാവും. ഓക്കെ, കിട്ടി. നീ വിചാരിച്ച ആളിൻ്റെ എനിക്ക് കിട്ടി. ഞാനിവിടെ എഴുതാൻ പോകണേ. ഇതാണ് എന്തായാലും തെറ്റാൻ യാതൊരു മാർഗമില്ല. നീ വിചാരിച്ച ആള് അല്ലേ? നീ വിചാരിച്ച ആള് ദിലീപല്ലേ? അല്ല. ദിലീപല്ലേ? അല്ല. അല്ല, അല്ല, അല്ല. അതും പോയി. നീ പിന്നെ ആരാ വിചാരിച്ച? സിദ്ദിഖ്. ദൈവമേ, നീ എൻ്റെ മാജിക് കരിയർ ഇതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരും. ഒരു ചാൻസ് കൂടെ ഉണ്ട്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം. നീ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേര് വിചാരിച്ചു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആണോ പെണ്ണ് എന്തോ ദൈവമേ, ഇതെങ്കിലും തെറ്റാതെ പോണേ. ആരെ വേണമെങ്കിലും അത് ഞാൻ എന്തായാലും പിടിച്ചെടുത്തിരിക്കും. ആലോചിച്ച ഇതേപോലെ എൻ്റെ കടലിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നീ കഴിക്കുന്ന നരസിംഹറാവനല്ലേ? അല്ല, പിന്നെ ആരാ വിചാരിച്ചത്? ഒരു ലാസ്റ്റ് ചാൻസ്. ഓക്കെ, നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വരുമ്പോൾ നിർത്താൻ പറയണേ. ഞാൻ നിർത്തി തരാം. സ്റ്റോപ്പ്. ഇവിടെയാണ് സ്റ്റോപ്പ് പറഞ്ഞത്. ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് അല്ലേ? ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. കാർഡ് കണ്ടില്ലേ? എല്ലാവരും കണ്ടു? ഈ കാർഡ് കണ്ടു. ആ കാർഡ് ഞാൻ എഴുതാൻ പോകണേ. ഇതെങ്കിലും ലാസ്റ്റ് ചാൻസ് ആണ്. എഴുതട്ടെ? രക്ഷിക്കണേ. ശരി, ഇത്
ഡൈസ് കിങ് ആയിരുന്നോ? അല്ല. 4 അല്ലേ? ചേട്ടാ അങ്ങനെ വരാൻ വഴിയില്ല. നിന്റെ കളർ എന്തായിരുന്നു? ഓറഞ്ച് ആയിരുന്നു. നിന്റെ നടന്നാരായിരുന്നു? സിദ്ദിഖ്. നിന്റെ എന്തായാലും സിദ്ദിഖിതയുണ്ട്. സിദ്ദിഖ്. നിന്റെ എന്തായിരുന്നു? നെഹ്റുണ്ട്. ഇതിന്റെ എന്തായാലും കാർഡ് ഏതായിരുന്നു? സ്പെയിന്. അപ്പോൾ ഈ മാജിക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു റൈറ്റ് പാഡ് വേണം, ഒരു പെൻ വേണം, പിന്നെ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് വേണം. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് ഒരു ട്രിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാർഡ് ഫോഴ്സാണ്. കാർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നൊരു കാർഡ് പ്രേക്ഷകനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അത് റാൻഡം കാർഡ് ആണെന്ന് പ്രേക്ഷകനെ വിശ്വസിപ്പിക്കുക. ഇതിനെയാണ് കാർഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റിഫിൾ കാർഡ് ഫോഴ്സ് എന്നുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ അതിന് നമുക്ക് അറിയാവുന്നൊരു കാർഡ് ഏറ്റവും ബോട്ടമിൽ വയ്ക്കുക. ഇവിടെ അത് സ്പേഡ് ജാക്കാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നന്നായിട്ട് ഷഫിൾ ചെയ്ത് ഇത് റാൻഡം കാർഡാണെന്ന് പ്രേക്ഷകനെ വിശ്വസിപ്പിച്ചതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ കാർഡ് അടിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് റിഫിൾ ചെയ്യുന്നു. റിഫിൾ ചെയ്തിട്ട് നമ്മൾ പ്രേക്ഷകനോട് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്താൻ പറയുകയാണ്. അപ്പോൾ പ്രേക്ഷകൻ എവിടെ നിർത്താൻ പറഞ്ഞാലും നമ്മൾ എടുക്കുന്ന കാർഡ് ആ ബോട്ടമിലെ കാർഡായിരിക്കും. അതാണ് റിഫിൾ ഫോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാർഡാണ് കാണിക്കുന്നത്, പക്ഷേ പ്രേക്ഷകൻ വിചാരിക്കുന്നത് നമുക്ക് ആ കാർഡ് അറിയില്ല എന്നാണ്. ഇതാണ് റിഫിൾ കാർഡ് ഫോഴ്സ്. അപ്പോൾ ഈ റിഫിൾ കാർഡ് ഫോഴ്സും ഇതിനകത്ത് പിങ്കി ബ്രേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, റിഫിൾ ഫോഴ്സ് ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ മുകളിലുണ്ട്, അത് നിങ്ങൾ കണ്ട് പഠിക്കുക. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ റൈറ്റ് പാഡ് എടുക്കുന്നു. അതിനുശേഷം പ്രേക്ഷകനോട് ഏതെങ്കിലും ഒരു കളർ വിചാരിക്കാൻ പറയുന്നു. ഇപ്പോൾ പ്രേക്ഷകൻ യെല്ലോ ആണ് വിചാരിക്കുന്നതെന്നിരിക്കട്ടെ. നമ്മൾ എഴുതുന്നത് നമ്മൾ എപ്പോഴും ആ സ്പേഡ് ജാക്ക് ആയിരിക്കും. കാരണം നമുക്ക് അറിയാവുന്ന ആ ഫോഴ്സ് കാർഡ് കാണിച്ച ആ സ്പേഡ് ജാക്ക് എന്ന് എഴുതുന്നു. പക്ഷെ നമ്മൾ പ്രേക്ഷകനോട് പറയുന്നത് ഞാൻ എഴുതിയത് റെഡ് ആയിരുന്നു, തെറ്റിപ്പോയി എന്നും പറഞ്ഞ് അത് താഴെ ഇടുകയാണ്. ഇങ്ങനെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ പ്രേക്ഷകനോട് ഒരു സിനിമാ നടൻ്റെ പേര് വിചാരിക്കാനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രേക്ഷകൻ സിനിമാ നടൻ്റെ ഒരു പേര് പറയുമ്പോൾ നമുക്ക് അറിയാം ആദ്യത്തെ പ്രേക്ഷകൻ്റെ കളർ യെല്ലോ ആയിരുന്നെന്ന് നമുക്കറിയാം. അപ്പം നമ്മളിവിടെ യെല്ലോ എന്നാണ് എഴുതുന്നത്, പക്ഷേ സിനിമാ നടൻ്റെ പേര് നമുക്ക് അറിയാം. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ പ്രേക്ഷകനോട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേര് ആലോചിക്കാൻ പറയുന്നു. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ പേര് ഏതായാലും തന്നെ നമ്മളിവിടെ എഴുതാൻ പോകുന്ന ആ സിനിമാ നടൻ്റെ പേരാണ്. രണ്ടാമത്തെ പ്രേക്ഷകൻ പറഞ്ഞ സിനിമാ നടൻ്റെ പേരായിരിക്കും നമ്മൾ ഇവിടെ എഴുതി താഴെ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 3 എഴുതി കഴിഞ്ഞു. ഇനി അപ്പോൾ നമ്മളിവിടെ സിനിമാ നടൻ്റെ പേര് എഴുതുമ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ പേര് മൂന്നാമത്തെ പ്രേക്ഷകൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫോഴ്സ് കാർഡ് കാണിച്ചിട്ട് ആദ്യം നമ്മൾ തെറ്റിച്ച് വേറൊരു കാർഡിൻ്റെ പേര് പറയും. പക്ഷെ നമുക്കറിയാം സ്പേഡ് ജാക്കാന്ന്, പക്ഷേ നമ്മൾ എഴുതുന്നത് ആ രാഷ്ട്രീയക്കാരൻ്റെ പേരായിരിക്കും. അങ്ങനെ ആ 3 പ്രേക്ഷകരുടെ ആൻസേഴ്സും നമുക്കറിയാവുന്ന കാർഡിൻ്റെ ആൻസറും നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇതിൻ്റെ മാജിക്ക്. ഇതുപോലെ മറ്റൊരു മാജിക്കും അതിൻ്റെ ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.